എവിടേക്കാ? പൂന്തോട്ടത്തിലേക്കാ. വരാം. നീ നമ്മുടെ അബിയെ കണ്ടോ? ഇല്ലല്ലോ. എന്തേ രേണു? അത് പിന്നെ അവൻ ഇവിടെ വരാന്ന് പറഞ്ഞിരുന്നു. ഞാൻ കുറെ സമയമായി കാത്തിരിക്കുവാ. അവൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പൂന്തോട്ടത്തിലേക്ക് പോയാലോ? അതിനെന്താ, അവൻ വരട്ടെ, എന്നിട്ട് പോകാം നമുക്ക്. മെല്ലെ മെല്ലെ നടന്ന് നടന്നങ്ങ് പോകാം. പതുക്കെ നടക്കാം. കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുന്നതാണ് ഗമ. അയ്യോ അയ്യോ, ചോര. അയ്യോ ഓ അയ്യോ. ആവു, ഭാഗ്യത്തിന് വീണതാരും കണ്ടില്ല. ഞാൻ കണ്ടു. നീ ഏതാ? ഞാൻ അടുത്ത വനത്തിലാ. ഈ ഗ്രാമം ഒന്ന് കാണാൻ വന്നതാ. അങ്ങനെയാണോ? എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? പോവാതെ പിന്നെ എന്റെ സുഹൃത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ച് നിങ്ങളുടെ നാട്ടിൽ വന്നതല്ലേ. അപ്പോ എന്നെ ഇവിടെയൊക്കെ പരിചയപ്പെടുത്തേണ്ടത് നിങ്ങളല്ലേ? എന്നാ എന്റെ കൂടെ വാ. ആദ്യം രേണുവിനെ കാണണം. നാട് കാണിക്കലൊക്കെ പിന്നീട്. ഹായ് രേണു. ആ ചൊറിയ പൂമ്പാറ്റയല്ലേ ഇത്? ഇവനെന്താ ഇവിടെ? ഈ മണകുളാഞ്ചൻ കുരുവി എന്താ ഇവിടെ? എടാ നിന്നെ ഞാൻ തേടിയ വള്ളി കാലിൽ ചുറ്റി. നിന്നെ ഞാൻ അന്വേഷിച്ച് കുറെ അലഞ്ഞു. കുറച്ച് കാലമായി എന്റെ കൊമ്പിന് പണിയില്ലാതായിട്ട്. ആഹാ, അങ്ങനെയാണോ? എന്നാ നിന്റെ കൊമ്പ് ഞാൻ ഇന്ന് മിക്കവാറും ഓടിക്കും. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. ആദ്യം ഇവനെ ശരിപ്പെടുത്തണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒറ്റ കൊത്തിന് നിന്റെ കഥ ഞാൻ കഴിക്കും, പറഞ്ഞേക്കാം. വീമ്പു പറയാൻ പണ്ടേ നീ മിടുക്കനാണല്ലോ. നിക്ക്, നിങ്ങൾ ആദ്യം കാര്യം എന്താന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയാം. ഇവൻ പണ്ട് എന്റെ ചങ്ങാതിയായിരുന്നു. ചെന്തോളിനി അരുവിയുടെ അടുത്തുള്ള മരപ്പത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ മരത്തിനരികിലായി ഒരു ദുഷ്ടനായ പൂച്ച ദിവസേന വരുമായിരുന്നു. ഞങ്ങളോട് ചങ്ങാത്തം ഭാവിച്ച് ഞങ്ങളെ ചതിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. അവരുടെ മുന്നിൽ വിനയ കുനയനായി അഭിനയിക്കണം. കുരുവിയെയും പൂമ്പാറ്റയെയും ഒരുമിച്ച് ശാപ്പിടണം. അത് എന്റെ വലിയൊരാഗ്രഹമാ.